ഹായ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്രൈഡൽ വീഡിയോ ആണ്. ഏതാണ്ട് പുലർച്ചെ 3 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി. എനിക്ക് കരിക്കോട് ഒരു ബ്രൈഡ് ഉണ്ടായിരുന്നു. ഏഹ് ഇറങ്ങിയിട്ട് നേരെ ചെന്ന് കൊറ്റംകുളങ്ങര അമ്പലത്തിന് മുമ്പിൽ നിന്ന് തൊഴുതിട്ട് ഞാൻ എൻ്റെ ഷോപ്പിൽ പോയി എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം അവിടുന്ന് എടുത്ത് പിന്നെ നമുക്ക് സ്റ്റാഫിനെയും കൂടെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഷോപ്പിൽ ഏതാണ്ട് ഒരു 5 മിനിറ്റോളം സ്റ്റാഫിനെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ദോ ആ കൈ കാണിക്കുന്നുണ്ടോ, അത് ഞാനാട്ടോ. എൻ്റെ ലേഡീസ് സെക്ഷനാണ് ആ കാണുന്നത്. സ്റ്റാഫ് വന്നിട്ട് ഞാനും സ്റ്റാഫും എല്ലാവരും കൂടെ ബ്രൈഡിന്റെ വീട്ടിലോട്ട് പോയതാ. ഏതാണ്ട് കുറെ ദൂരം ഉണ്ട്. എനിക്ക് കരിക്കോടാണ് ബ്രൈഡിന്റെ വീട്. ഇതാണ് നമ്മുടെ ബ്രൈഡ് മഹിമ. മഹിമയ്ക്ക് ഒരൊറ്റ നിർബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിമ്പിൾ, വളരെ സിമ്പിൾ മേക്കപ്പ് ആയിരിക്കണം. സാരിയും വളരെ സിമ്പിളാണ്, ഓർണമെന്റ്സും നല്ല സിമ്പിൾ ഓർണമെന്റ്സ് ആയിരുന്നു. അപ്പം മേക്കപ്പും വളരെ സിമ്പിൾ ആയിരിക്കണം. മേക്കപ്പ് ഇട്ടെന്ന് അറിയുകയും ചെയ്യരുത്, നല്ല ഗ്ലോയും ഫിനിഷിങ്ങും വേണം എന്നാണ് മഹിമ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. മഹിമയുടെ ഫ്രണ്ടിന്റെ മാരേജ് ഫംഗ്ഷന് ഞാനായിരുന്നു ഒരുക്കിയിരുന്നത്. ആ വർക്ക് കണ്ടപ്പോൾ വളരെ സിമ്പിളായിട്ടും ഭയങ്കര നീറ്റ് ലുക്കും കണ്ടിട്ടാണ് എൻ്റെ വർക്ക് ബുക്ക് ചെയ്തിരുന്നത്. മഹിമ നമുക്ക് എയർ ബ്രഷ് മേക്കപ്പ് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത് കേട്ടോ. ആ, പുള്ളിക്കാരിയുടെ സ്കിന്ന് നല്ല ക്ലിയർ സ്കിന്നായിരുന്നു. കുറെ പാടുകളോ ടാനോ അങ്ങനെ ഒരു കംപ്ലൈന്റും ഇല്ലാത്ത സ്കിൻ, നീറ്റ് സ്കിന്നായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൺസീലോ കറക്റ്റോ ഒന്നും ചെയ്യാതെ നേരെ ഫൗണ്ടേഷനിലോട്ട് പോകാൻ പറ്റി. നല്ല നീറ്റായിട്ട് മേക്കപ്പ് ചെയ്യാനും പറ്റി. ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് എയർ ബ്രഷിലോട്ട് പോയത്. എയർ ബ്രഷ് മേക്കപ്പ് നല്ല ഫിനിഷിങ്ങിൽ എനിക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. എനിക്ക് പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വന്നൊരുക്കുന്ന വീടുകളാണെങ്കിൽ ലൈറ്റ് അറേഞ്ച്മെന്റ് എല്ലാം കറക്റ്റ് ചെയ്ത് വെക്കണേ. ഞാൻ മഹിമയെടുക്കാൻ നേരത്തെ പറഞ്ഞിരുന്നു, എനിക്ക് ആ വെട്ടമില്ലാത്ത മുറി തരരുത്, നല്ല സ്കിന്ന് തിരിച്ചറിയാൻ പാകത്തിനുള്ള നല്ല ലൈറ്റ് അറേഞ്ച് ചെയ്ത് തരണേ എന്ന്. അതുകൊണ്ട് മഹിമ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പാട് വന്നില്ല. പക്ഷേ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയും വന്ന് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അതിലൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. എൻ്റെ മേക്കപ്പിന്റെ കൂടെ തന്നെ എൻ്റെ സ്റ്റാഫിനെ കൊണ്ട് ഞാൻ ക്രിമ്പും ചെയ്യിച്ചു. കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഹെയറിന്റെ കാര്യം കറക്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നാലോ, ക്രിമ്പ് ചെയ്യാൻ പറ്റാതെ വന്നാലോ എന്ന് വെച്ച് അത് ഈ മേക്കപ്പിന്റെ കൂടെ തന്നെ ഞാൻ ക്രിമ്പും കൊണ്ടുപോയി. മോളുടെ സാരി വളരെ സിമ്പിൾ സാരിയായിരുന്നു. ഈ കളർ ഷെയ്ഡുള്ള സാരി ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബ്രൈഡിനെ ഞാൻ ഉടുപ്പിക്കുന്നത്. വളരെ ലൈറ്റ് ആയിട്ടുള്ളതും എന്നാൽ ചെറിയ പടപടപ്പുള്ളതുമായ രീതിയിലുള്ള സാരിയായിരുന്നു. മേക്കപ്പ് സിമ്പിൾ ആകുമ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈലും സിമ്പിൾ ആക്കണമല്ലോ. ഹെയർ സ്റ്റൈലിന്റെ പിക്ക് നേരത്തെ തന്നിരുന്നു റെഫറൻസ് ആയിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ മഹിമ പറഞ്ഞു, ഞാൻ വർഷങ്ങളായിട്ട് സൈഡ് പാർട്ടീഷനാണ് എടുത്തത്, എനിക്കതേ ഇണങ്ങത്തുള്ളൂ, എനിക്ക് അങ്ങനെ ചെയ്താൽ മതിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ജസ്റ്റ് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കണ്ണാടിയിൽ വെച്ച് കാണിച്ചു സെന്റർ പാർട്ടീഷൻ എടുത്ത്. അത് കണ്ണാടി കണ്ടപ്പം മഹിമയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മഹിമ പറഞ്ഞു സെൻട്രൽ പാർട്ടീഷൻ തന്നെ മതി, സൈഡ് പാർട്ടീഷനെ കാട്ടി എനിക്ക് ഇണങ്ങുന്നുണ്ട്, ഈ കോസ്റ്റ്യൂമിൽ ഓർണമെന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ അതാണെന്നാ തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ സെൻട്രൽ പാർട്ടീഷൻ തന്നെ ചെയ്ത്. ബാക്ക് ഹെയർ സ്റ്റൈലിന്റെ പിക്ക് നേരത്തെ റെഫറൻസ് തന്നിരിക്കുന്ന അതേപോലെ തന്നെ ഞാൻ ചെയ്തു കൊടുത്തു. വർക്കിൽ മുഴുകി നിൽക്കുന്നതുകൊണ്ട് ഞാൻ പുറത്ത് നടന്നതൊന്നും അറിഞ്ഞില്ല കേട്ടോ. പുറത്തൊക്കെ നല്ല വെട്ടവും വെളിച്ചമൊക്കെ വീണു, നല്ല തെളിഞ്ഞ അന്തരീക്ഷമായി. അപ്പോഴത്തേക്കും മോളുടെ അമ്മ ഞങ്ങൾക്ക് വന്ന് ചായയൊക്കെ ഇട്ട് തന്നു, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയത്. കുറേ നെറ്റിപ്പൊന്ന് വെച്ച് നോക്കി, അതിൽ ഒരു നന്നായി ഇണങ്ങുന്നെന്ന് തോന്നിയ ഒരു നെറ്റിപ്പൊന്നാണ് സെറ്റ് ചെയ്തത്. അതിനുശേഷം നല്ലോണം ഫ്ലവർ സെറ്റ് ചെയ്തു. അതിനിടയിൽ മോക്കൊരു വലിയ സങ്കടം പറഞ്ഞത്, കുറച്ച് ശംഖുപുഷ്പത്തിന്റെ ഫ്ലവറും കൂടെ അതിനകത്ത് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം അന്വേഷിച്ചിട്ട് കിട്ടിയില്ല ചേച്ചി, മുല്ലപ്പൂ മാത്രമേ ഉള്ളൂ, അത് എനിക്ക് ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് തരണേ, റൗണ്ടായിട്ട് സെറ്റ് ചെയ്ത് തരണേ എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ സെറ്റ് ചെയ്ത് കൊടുത്തു. ശംഖുപുഷ്പത്തിന് പകരം വേറെ ഫ്ലവർ ഏതെങ്കിലും സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. സാരിക്ക് ഇണങ്ങുന്നില്ല, അത് ഇത് മതി, മുല്ലപ്പൂ മാത്രം മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ നിർത്തിയത്. ഹെയറിനകത്തുള്ള കൊച്ചു കൊച്ചു ഗ്യാപ്പ് എല്ലാം ഞാൻ ബ്ലാക്ക് പൗഡർ വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ മൂക്ക് ഓർണമെന്റ്സ് സെറ്റ് ചെയ്ത്, ഒരു 3-4 മാല ഉണ്ടായിരുന്നു, അതെല്ലാം അടുക്കി സെറ്റ് ചെയ്ത്, ഉഡിയാണം സെറ്റ് ചെയ്ത് എല്ലാ വർക്കും നീറ്റാക്കിയതിന് ശേഷം ഞാൻ ചെറിയ ചെറിയ കറക്ഷൻസ് എല്ലാം മാറ്റിയതിന് ശേഷം ഈ മഹിമയ്ക്ക് മാരേജിന് മുമ്പാണ് പയ്യന്റെ വീട്ടില് സാരി ആയിരുന്നത്. അപ്പം ആ മാരേജിന് മുമ്പ് ഉള്ള സാരി ആയതുകൊണ്ട് അതും സെറ്റ് ചെയ്യാൻ എനിക്ക് നിൽക്കേണ്ടി വന്നു. കാരണം ഞാൻ സെക്കൻഡ് സാരി മാറാൻ എൻ്റെ സ്റ്റാഫായിരുന്നു നിൽക്കാറുള്ളത് സാധാരണ.
ഇത് മാരേജിന് മുമ്പ് തന്നെയാണ് അവർക്ക് സാരി കൊടുക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് കല്യാണ സാരി സെറ്റ് ചെയ്യാൻ ഞാൻ അവിടെ നിന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയി ഫുഡ് കഴിച്ചു. അവിടെ പുറത്തെങ്ങും അടുത്ത് ഷോപ്പുകളൊന്നും ഇല്ലായിരുന്നു നല്ല ഫുഡ് കിട്ടുന്ന. ഞങ്ങൾ ഇവിടുന്ന് രണ്ടാംകുറ്റി വന്ന് അവിടെ സിറ്റിയിലെന്ന് പറയുന്ന ഒരു ചെറിയ ഹോട്ടലുണ്ടായിരുന്നു. അവിടുന്ന് ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞ് റിട്ടേൺ തിരിച്ച് ചെന്നിട്ട് കല്യാണ സാരി മാറി മഹിമയെ ക്ലിയറാക്കി നിർത്തിയതിന് ശേഷമാണ് ഞാൻ തിരിച്ച് ഷോപ്പിലെത്തിയത്. മഹിമയുടെ അവസാനത്തെ ലുക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ, ടേക്ക് കെയർ.